തിരുവചനം തിരുവതിര എന്ന പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടെ ഇന്ന് ശുശ്രൂഷ ആരംഭിക്കാം. സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങളുടെ ദിവാത്സല്യമായ ശാസ്ത്രസ്തുതാവുന്നത് ഒരു പ്രാവശ്യം കൂടെ കർത്താവെ തന്നെ ജനത്തെ നയിക്കത്തപ്പണം അങ്ങൊരുക്കുന്ന വൻ കൃപകൾക്കായ നന്ദിയോട് സ്തോത്രം. ഇന്ന് ഉപകാരത്തിൻ്റെ ദിവസം വരെ ഞങ്ങളെ വഴി നടത്തിയ എല്ലാ കൃപകൾക്കായ നന്ദിയോട് സ്തോത്രം. കർത്താവിൻ്റെ കൃപയിൽ കർത്താവെ, ഇന്ന് ഉപകാരം ഞങ്ങളുടെ ജീവിതങ്ങളിൽ മാറ്റം വരുത്തത്തക്കാണ് അങ്ങേക്ക് വേണ്ടി ജീവിക്കുന്നവരായി തീരുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ജനം അങ്ങയുടേതാണ്, അടിയൻ അങ്ങയുടേതാണ്, വചനം അങ്ങയുടേതാണ് കർത്താവെ. അങ്ങയുടെ കൃപയുടെ നിറവിൽ തന്ന കർത്താവെ, തൻ്റെ ജനത്തിനെ വചനം എത്തിക്കുവാൻ, ഏറ്റവും ലളിതമായി എത്തിക്കുവാൻ, അതിനവരെ ബലപ്പെടുത്തുവാൻ, ശക്തീകരിക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഇവിടെയാണ് വീഴ്ചകൾ, എവിടെയാണ് പോരായ്മകൾ കർത്താവെ വന്നു എന്ന് മനസ്സിലാക്കി അത് നികത്തിക്കൊണ്ട് കർത്താവെ എന്നിലേക്ക് മടങ്ങി വരത്തക്കോണം ഈ വചനം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. മനസ്സാന്തരത്തിലേക്ക് വഴി നടത്തത്തക്കോണം കർത്താവ് വചനം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. കൃപകളുടെ നിറവിൽ നിന്ന് കർത്താവെ, എൻ്റെ കൃപയുടെ പൂർണ്ണതയിൽ കർത്താവ് തൻ്റെ ജനങ്ങളെ ബലപ്പെടുത്തുവാൻ സഹായിക്കുകയും വഴി നടത്തുകയും ചെയ്യണമെന്ന് യേശു സാക്ഷിക്കുന്നു. പിതാവോ കേൾക്കണമേ. ദൈവത്തിൻ്റെ പൊന്നാത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ആയുസ്സിൽ നമ്മളായിരിക്കുന്ന ഈ നോയമ്പ് കാലത്തിൽ ഓരോ ദിവസവും നമ്മൾ മുന്നേറുമ്പോൾ, ദൈവമായിട്ട് കൂടുതലായിട്ട് അടുക്കുവാൻ നാം പരിശ്രമിക്കുമ്പോൾ, പലപ്പോഴും നമ്മുടെ മുമ്പിലുള്ള ഒരു ചോദ്യമാണ് ജനം അല്ലെങ്കിൽ സമൂഹം എന്തു പറയുമെന്ന്. കർത്താവിന് വേണ്ടി സാക്ഷിയായി ജീവിക്കാൻ നാം പരിശ്രമിക്കുമ്പോൾ, കർത്താവിനെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കാണിച്ചു കൊടുക്കുവാൻ നാം പരിശ്രമിക്കുമ്പോൾ, പ്രത്യേകിച്ചും അനേകമായ അപ്പോസ്തോലിക സഭകളിലായിരിക്കുന്ന ജനമധ്യത്തിൽ നാം ഇതിനെപ്പറ്റി പറയുമ്പോൾ നാം കേൾക്കുന്ന ഒരു കാര്യമാണ്, ഇവനെന്തോ വെളിച്ചപ്പാട് കിട്ടി, അല്ലെങ്കിൽ വെളിപാട് കിട്ടി, അല്ലെങ്കിൽ ഇവൻ മറ്റേതോ സഭയിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുന്നു. എന്തിന്? ഇവൻ പ്രാർത്ഥിക്കുമ്പോൾ ശബ്ദമുയർത്തി ഒരു ഹാലലൂയ സ്തോത്രമോ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തിരിഞ്ഞു നോക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പിലാണ് നാം പലരും ഇന്ന് ജീവിക്കുന്നത്. തന്മൂലം കർത്താവിനെ സാക്ഷീകരിക്കാതെ പറയുമ്പോൾ അത് ചില സഭകൾക്ക് മാത്രം പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന പോലെ ഇന്ന് പലപ്പോഴും ആധുനിക സഭകൾ ഇത് കേൾക്കുവാനോ കാണുവാനോ ഇടയാകുന്നില്ല. അല്ലെങ്കിൽ കർത്താവിൻ്റെ സാക്ഷിയായി പറയുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞാൽ ജനമധ്യത്തിൽ അനേകർ എഴുന്നേറ്റങ്ങ് നിൽക്കും. കാരണം അതൊരു കൂട്ട് സാക്ഷ്യമാണല്ലോ. വ്യക്തിഗത സാക്ഷ്യത്തിന് ഇന്ന് പലപ്പോഴും പ്രാധാന്യം പല സഭകൾ കൊടുക്കുന്നില്ല. പക്ഷെ വ്യക്തിഗത സാക്ഷ്യമാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവ സമൂഹത്തെ ഇത്രമാത്രം വളർത്തുവാനും ശക്തീകരിക്കുവാനും ഇടയായതെന്ന് നാം മറന്നുപോകുന്നു. നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ കഷ്ടങ്ങളും ത്യാഗങ്ങളും, പ്രത്യേകിച്ചും ഈ പ്രകാരം സാക്ഷ്യം പറഞ്ഞപ്പോൾ അനേകരുടെ ജീവൻ നൽകിയ സാക്ഷ്യങ്ങളാണ് ക്രൈസ്തവ സമൂഹത്തിനെ ഇത്രമാത്രം വളർത്തുവാൻ ഇടയാകിയത്. ഇന്ന് നമുക്ക് വിരളമായി മാത്രമാണ് അപ്രകാരമുള്ള സാക്ഷ്യം കേൾക്കുവാൻ ഇടയാകുന്നത്. കാരണം കർത്താവിന് വേണ്ടി സാക്ഷ്യം പറയുന്നത് എന്തോ ലജ്ജയായ ഒരു കാര്യമാണെന്നുള്ള ചിന്തകളോടാണ് നാം പോകുന്നത്. നാം ഈ നോയമ്പ് കാലത്ത് ആദ്യ ആഴ്ചയിൽ കപടഭക്തികൾ ഉള്ള ജീവിതത്തിൽ നിന്ന് മാറി യഥാർത്ഥമായ ദൈവ സ്നേഹത്തിലേക്ക് വളരുവാൻ ആഹ്വാനം രണ്ടാമത്തെ ആഴ്ചയിൽ കടന്നു വന്നപ്പോൾ, നമ്മൾ കടന്നു പോകുന്ന ഈ ജീവിത സാഹചര്യത്തിൽ അനേകമായ പരീക്ഷണഘട്ടങ്ങൾ കടന്നു വരും. അതിനെ അതിജീവിക്കുവാൻ വേണ്ടിയാണ് നാം ചിന്തിച്ചത്. ഇന്നോ കർത്താവിന് വേണ്ടി ലജ്ജയില്ലാതെ സാക്ഷീകരിക്കുന്ന ഒരു ജീവിതമായി തീരണമെന്നാണ്. കർത്താവ് തൻ്റെ ഇഹലോക ജീവിതത്തിൽ ശിഷ്യന്മാരോടൊപ്പം ജീവിച്ചപ്പോൾ, കർത്താവിൻ്റെ മരണത്തെ പറ്റിയൊക്കെ പ്രസ്താവിച്ചപ്പോൾ അത് അത്രമാത്രം സ്വീകാര്യമായൊരു കാര്യമല്ലായിരുന്നു തന്നോടൊപ്പം ഉണ്ടായിരുന്ന ശിഷ്യന്മാർക്ക്. കാരണം അവര് ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി അവരെ വിളിച്ചപ്പോൾ അവരുടെ ചിന്ത അവരൊരു രാജാവിൻ്റെ കൂടെയായിരുന്നിരിക്കുന്നതിനാൽ ആ രാജാവിൻ്റെ പ്രവർത്തന ശൈലി മനസ്സിലാക്കുവാൻ കഴിയാതെ പോയതാണെന്ന് ശിഷ്യന്മാരുടെ വാക്കുകളിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അവരെ വിളിച്ചത് അവർക്ക് എന്തെങ്കിലും നേട്ടമല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ കിട്ടുമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പലയിടത്ത് ഇത് വായിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങളോടൊപ്പം അല്പസമയം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 31-ാം വാക്യം.
മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞു കൊല്ലുകയും അവനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും 3 ദിവസം കഴിഞ്ഞ് അവൻ 3 ദിവസം കഴിഞ്ഞ് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്നവരെ പഠിപ്പിക്കുവാൻ തുടങ്ങി. ഇവിടെ നാം ആ യഹൂദ സമുദായത്തിലെ ഏറ്റവും ഉന്നത നിലയിൽ നിൽക്കുന്ന വ്യക്തികൾ അവനെ തള്ളിപ്പറയും, അല്ലെങ്കിൽ അവനെ മരണത്തിലേക്ക് ഏൽപ്പിക്കുമെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരുടെ അവസ്ഥ എന്ന് നാം ചിന്തിക്കണം. ഇവിടെ പറയുന്നത് എന്ത്? മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും 3 ദിവസം കഴിഞ്ഞ് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും വേണം. പൂർവ പ്രവാചകന്മാരും പിതാക്കന്മാരും ഒക്കെ പ്രസ്താവിച്ച കാര്യം ഇവിടെ ഏറ്റുപറയുന്ന ഒരു കാര്യമാണ് കർത്താവ് യഥാർത്ഥത്തിൽ. പക്ഷെ അവിടെ പറയുമ്പോഴും മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും യഥാർത്ഥത്തിൽ യഹൂദ സമുദായത്തിലെ ഏറ്റവും ഉന്നത നിലയിൽ നിൽക്കുന്ന വ്യക്തികളെ പറ്റിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ജനക്കൂട്ടത്തെ പറ്റിയാണ് പറയുന്നത്. അതായത് അവനെ തള്ളിപ്പറയുകയും കൊല്ലുവാൻ ഇടയാക്കുമെന്ന്. അപ്രകാരം ഉള്ള ഇന്ന് നമ്മുടെ മധ്യത്തിൽ കർത്താവിൻ്റെ ആഗമനം ഉണ്ടായി. കർത്താവ് നമ്മളോട് പറയുകയാണ്, ഇന്നത്തെ ലോകത്തിലെ ഉന്നത നിലയിലിരിക്കുന്ന രാജാക്കന്മാരും പ്രവർത്തകരും കർത്താവിനെ തള്ളിപ്പറയുകയും കൊല്ലുകയും ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കർത്താവിനോടുള്ള സഹവാസം നമുക്ക് അത്രമാത്രം സ്വീകാര്യമായി മാറുകയില്ല. കാരണം ഈ ജനമധ്യത്തിൽ ജനസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണ്? അവരും പേരും പെരുമയെടുത്തുള്ളൊരു ജീവിതത്തിലേക്ക് നയിക്കപ്പെടണമെന്നുള്ള ആഗ്രഹമാണ്. ഇവിടെ കർത്താവിനോടൊപ്പം കർത്താവ് വിളിച്ചപ്പോൾ വന്നു ചേർന്ന ആ മുക്കുവന്മാരായാലും മറ്റു ആ വ്യക്തികളായാലും അവരൊക്കെ ചിന്തിച്ച് അവർ മനസ്സിലാക്കിയ കർത്താവിൻ്റെ പ്രവർത്തന ശൈലി മനസ്സിലാക്കിയപ്പോൾ അവർക്കൊരു ഉന്നത നിലയിലേക്ക് രാജകീയമായ പ്രവർത്തന ശൈലിയിലേക്ക് മുന്നേറുമെന്നാൽ കഴിയുമെന്നാണ്. അതുകൊണ്ടാണ് അതിൻ്റെ മുമ്പോട്ട് വായിക്കുമ്പോൾ മർക്കോസിന്റെ സുവിശേഷം 8:32-33 വായിക്കുമ്പോൾ അവൻ ഈ കാര്യം തുറന്നു പറഞ്ഞു. അപ്പോൾ പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി ശാസിക്കുവാൻ തുടങ്ങി. യേശു തിരിഞ്ഞ് ശിഷ്യന്മാരെ നോക്കിയിട്ട് പത്രോസിനെ ശാസിച്ചു, സാത്താനെ എന്നെ വിട്ടുപോകുക. നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. തൻ്റെ ഏറ്റവും പ്രിയ ശിഷ്യനായ പത്രോസ്ലീഹ കർത്താവിനെ വേറിട്ട് വിളിച്ച് പറയുന്നത് ഇതൊന്നും പറയരുതെന്ന്. ഇവിടെ പറയുന്നത് എന്താണ്? അപ്പോൾ പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി ശാസിക്കുവാൻ തുടങ്ങി. ആരെയാണ് ശാസിക്കുന്നത്? തന്നെ വിളിച്ച സൃഷ്ടികർത്താവിനെയാണ് ശാസിക്കുന്നത്. കർത്താവിൻ്റെ ജീവിതത്തിൽ നാം പലപ്പോഴായി മനസ്സിലാക്കുവാൻ ഇടയാക്കുന്നത് തന്നോടൊപ്പം വസിക്കുന്നവൻ തന്നോടൊപ്പം കൂടെ നടന്നവരെയും പരീക്ഷിക്കുന്ന അവസ്ഥകളാണ്. നാം ഒരു കാര്യം മനസ്സിലാക്കണം. സൃഷ്ടികർത്താവായ കർത്താവാണ് കൂടെ നടക്കുന്ന ശിഷ്യന്മാരിൽ ഒരുവനാണ് കർത്താവിനെ ചൂണ്ടിക്കാണിക്കുന്നത്, തള്ളിപ്പറയുന്നത്. ഇവിടെയും പത്രോസ്ലീഹ യഥാർത്ഥത്തിൽ ആ കർത്താവിൻ്റെ ദൗത്യമോ കർത്താവ് എന്തിനീ ഭൂമുഖത്ത് ജീവിക്കുവാൻ കടന്നു വന്നെന്നോ കർത്താവിൻ്റെ ആഗമനവും കർത്താവിൻ്റെ പ്രവർത്തനവും കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ യഥാർത്ഥമായ അർത്ഥം മനസ്സിലാക്കുവാൻ കഴിയാതെ പോയ അവസ്ഥയാണ് നാം കാണുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഇതൊന്നും പറയരുത്. അപ്പോൾ കർത്താവ് പറയുന്നത് എന്താണ്? സാത്താനെ എന്നെ വിട്ടു പോവുക, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യൻ്റെ. ഇതെൻ്റെയും നിങ്ങളുടെയും ജീവിത യാത്രയിൽ പ്രത്യേകിച്ചും ആത്മീയ മേഖലയിൽ നാം ഇറങ്ങിത്തിരിച്ച് പ്രവർത്തിക്കുമ്പോൾ, ലജ്ജ കൂടാതെ പ്രവർത്തിക്കുവാൻ നാം കാഴ്ചപ്പാടുകൾ വെക്കുമ്പോൾ ഇപ്രകാരമുള്ള കാര്യങ്ങൾ കേൾക്കുവാൻ ഇടയാകും. അത് ചിലപ്പോൾ നമ്മുടെ കൂട്ടുവിശ്വാസികളിൽ നിന്നായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ബന്ധുമിത്രാദികളിൽ നിന്നായിരിക്കും, ചിലപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെയായിരിക്കും. പക്ഷെ ആ സമയത്ത് കർത്താവുമേ മുറുകെ പറ്റിക്കൊണ്ട് നമുക്ക് ഇപ്രകാരം നമ്മളെ പിന്തിരിപ്പിക്കുവാൻ കടന്നു വരുന്ന പ്രതിയോഗിയെ
അതിജീവിക്കുവാൻ കഴിയുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കണം. നാം ഇറങ്ങി തിരിച്ചിരിക്കുന്ന പാതയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ നാം ആയിരിക്കുന്ന ഒരു സ്റ്റേച്ചറുണ്ട്. ആ സ്റ്റേച്ചറിന് കോട്ടം വരുന്ന കാര്യങ്ങൾ വല്ലതും കേട്ടാൽ ഉടനെ നാം പിന്തിരിയുന്ന അവസ്ഥയാണോ? അല്ല, എന്നെ വിളിച്ചത് വിശ്വസ്തനെന്ന ആ എൻ്റെ ദൈവം എന്നെ വിടുകയില്ലെന്നുള്ള ദൃഢനിശ്ചയത്തോടെ മുന്നേറുവാൻ കഴിയുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കാൻ. നോയമ്പ് കാലത്തിൽ നാം ദേവാലയങ്ങളിൽ കടന്നു പോകാറുണ്ട്. നോയമ്പിൻ്റെ വ്യത്യസ്തമായ കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട്. ചിലപ്പോൾ പ്രഭാത ശുശ്രൂഷകൾ കാണും, സായാഹ്ന സന്ധ്യാ നമസ്കാരം കാണും. ഇതിലൊക്കെ നാം സംബന്ധിക്കുന്നുണ്ടായിരിക്കും. ഇവിടൊക്കെ സംബന്ധിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കർത്താവിനെ സാക്ഷീകരിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, ഞാനായിരിക്കുന്ന സമൂഹത്തിൽ, ഞാനായിരിക്കുന്ന മേഖലകളിൽ എൻ്റെ കർത്താവാണ് എന്നെ അനുദിനം നിലനിർത്തുന്നതും വഴി നടത്തുന്നതും പറയുവാൻ കഴിയുന്നില്ലെങ്കിൽ, യഥാർത്ഥത്തിൽ നാം കർത്താവിനെ പറ്റി ലജ്ജിക്കുന്ന വ്യക്തികളാണെന്ന് നാം ചിന്തിച്ചു കൊള്ളുക. കർത്താവിനെ പറ്റി ലജ്ജയില്ലാത്തൊരു ജീവിതത്തിലേക്ക് നാം ഉയരേണ്ടിയിരിക്കുന്നു. മുമ്പോട്ട് വായിക്കട്ടെ. മർക്കോസിന്റെ സുവിശേഷം 8:34. പിന്നെ അവൻ ജനക്കൂട്ടത്തെയും തന്റെ ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ച് അവരോട് പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ സ്വയം ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ക്രൂശ് എന്ന് പറയുന്ന ഏറ്റവും ഹീനകരമായ, ലജ്ജകരമായ ഒരു വസ്തുവായിരുന്നു ആ കാലയളവിൽ. ക്രൂശ് മരണം എന്ന് പറയുമ്പോൾ ഏറ്റവും ലജ്ജാകരമായ ഒരു മരണത്തിൻ്റെ അവസ്ഥയായിരുന്നു. നികൃഷ്ടമായ അന്നത്തെ കുറ്റവാളികൾക്ക് കൊടുക്കുന്ന ഒരു കാര്യമായിരുന്നു, മരണമായിരുന്നു അത്, ക്രൂശ് മരണം. അവർ വിധിക്കുന്നത്, ആ ക്രൂശ് മരണത്തിലേക്ക് വിധിക്കുമ്പോൾ ചിന്തിച്ചു കൊള്ളണം, അത്ര നികൃഷ്ടമായ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടവരായിരുന്നെന്ന്. ആ ക്രൂശ് മരണത്തെ പറ്റിയാണ് കർത്താവ് ഇവിടെ പറയുന്നത്. നിങ്ങൾ എൻ്റെ ക്രൂശ് വഹിക്കുക. ക്രൂശ് വഹിക്കുക എന്ന് പറയുമ്പോൾ എത്ര ലജ്ജിതമായ അവസ്ഥയായാലും എൻ്റെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ, നമ്മുടെ ജീവിത സാഹചര്യത്തിൽ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പലവിധ സാമ്പത്തിക പ്രതിസന്ധികളോ ശാരീരിക ക്ലേശങ്ങളോ ഒക്കെ കടന്നു വന്നേക്കാം. നമ്മുടെ തന്നെ കൂട്ടുവിശ്വാസികൾ നമ്മളോട് ചോദ്യം ചെയ്തിരിക്കുക, എന്തുകൊണ്ട് ഇത്രമാത്രം കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചിട്ട് ഈ ക്ലേശങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളുടെ മധ്യത്തിൽ കടന്നു പോകുന്നത്? നമ്മുടെ ചുറ്റുമുള്ള സമൂഹങ്ങൾ നമ്മളെ ചോദിച്ച് ഈ പ്രകാരമുള്ള ചോദ്യം ഉയർന്നേക്കാം. എന്തിന്? നമ്മുടെ കുടുംബാംഗങ്ങൾ പോലും ഇത് ചോദ്യം ചെയ്തേക്കാം. പക്ഷെ അവിടെയാണ് എൻ്റെ കർത്താവാണ് എൻ്റെ ഉപനിധി എന്ന് പറഞ്ഞ് ആ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽ നിന്ന് മുന്നേറുവാൻ കഴിയുമെങ്കിൽ ലജ്ജയില്ലാതെ കർത്താവിൻ്റെ ക്രൂശ് വഹിക്കുവാൻ നമുക്ക് കഴിയും. പക്ഷെ ആ ക്രൂശ് വഹിക്കണമെങ്കിൽ നാം ലോകത്തിൻ്റെതല്ല, കർത്താവിൻ്റെതായി തീരണം. മുമ്പോട്ട് വായിക്കട്ടെ. 8:35-38 വരെ വായിക്കുമ്പോൾ, ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിക്കുവാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. ആരെങ്കിലും എനിക്കും സുവിശേഷത്തിനു വേണ്ടി തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തന്റെ ജീവനെ കളയുകയും ചെയ്താൽ അവൻ എന്ത് പ്രയോജനമാണുള്ളത്? അല്ല തന്റെ ജീവന് വേണ്ടി മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? വ്യഭിചാരവും പാപവുമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എന്റെ വചനങ്ങളെയും കുറിച്ച് ലജ്ജിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തന്റെ പിതാവിന്റെ തേജസ്സിൽ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ ലജ്ജിക്കും. ഇത് യഥാർത്ഥത്തിൽ 2000 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ കാര്യമാണെങ്കിൽ ഇന്നത്തെ അവസ്ഥ ഇതാണ്. പറയുന്നത് എന്താണ്? വ്യഭിചാരവും പാപവുമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എൻ്റെ വചനങ്ങളെ കുറിച്ച് ലജ്ജിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ തേജസ്സിൽ വിശുദ്ധന്മാരുമായി വരുമ്പോൾ ലജ്ജിക്കും. ആ കാലയളവിലേക്കല്ലേ നാം അടുത്തുകൊണ്ടിരിക്കുന്നത്? നീ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി,
ഇവിടെ പറയുന്ന പോലെ തൻ്റെ ജീവന് വേണ്ടി മനുഷ്യൻ എന്തു മറുവില കൊടുക്കും. ഈ ലോകത്ത് പ്രഭാതം എല്ലാ കാര്യങ്ങളിലും നിറഞ്ഞ് ജീവിച്ചാൽ മറുലോകത്ത് കടന്നു ചെല്ലുമ്പോൾ എന്തവസ്ഥയാണെന്ന് നാം ചിന്തിക്കാറുണ്ടോ? കിട്ടുന്ന സാഹചര്യങ്ങൾ നാം എത്രമാത്രം പ്രവർത്തിക്കുവാൻ കഴിയുന്നുണ്ട്? ഈ പ്രത്യേകിച്ചും ഒരു നോയമ്പിൻ്റെ കാലത്തിൽ നാം ആയിരിക്കുമ്പോൾ നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടിയാണോ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും? ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടിയാണോ ജീവിക്കുന്നത്? അതോ ലോകത്തിൻ്റെ മഹിമയ്ക്ക് വേണ്ടി, ലോകത്തിൻ്റെ പ്രതാപങ്ങൾക്ക് വേണ്ടിയാണോ നാം ജീവിക്കുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവിലേക്ക് അടുപ്പിക്കുവാനുള്ള പരിശ്രമമാണോ? അതിനുവേണ്ടി നാം എത്രമാത്രം പ്രവർത്തിക്കുന്നുണ്ട്, സമയം കണ്ടെത്തുന്നുണ്ടെന്ന് നാം ചിന്തിക്കണം. ഇത് നമ്മുടെ ആയിരിക്കുന്ന ദേശത്ത് ക്രൈസ്തവ സമൂഹവും കടന്നുപോകുന്ന പ്രതിസന്ധികളെ പറ്റി നമുക്ക് എത്രമാത്രം വേദനയുണ്ട്, അതിനുവേണ്ടി എത്രമാത്രം നാം പ്രാർത്ഥിക്കുന്നുണ്ട്. നാം പറഞ്ഞേക്കാം, അതെൻ്റെ സഭയല്ല, എൻ്റെ പള്ളിയല്ല. പ്രിയ സഹോദര സഹോദരി, കർത്താവിനെ അനുഗമിക്കുന്നവരെല്ലാം ഒരു പിതാവിൻ്റെ മക്കളാണെന്ന് നാം മനസ്സിലാക്കിക്കൊള്ളണം. സഭകളിലും സഭാ വ്യത്യാസമില്ലാതുള്ള ചിന്തകളിലേക്ക് നാം ഉയരേണ്ടിയിരിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു ചെല്ലുമ്പോൾ ചോദിക്കത്തില്ല, നീ ഏത് സഭക്കാരനായിരുന്നോ, അല്ലെങ്കിൽ നീ ആ സഭയിൽ എന്ത് പ്രവർത്തിച്ചെന്നോ, നിന്റെ സ്ഥാനം എന്താണെന്നോ ഒന്നുമില്ല. ഒറ്റ ചോദ്യം, ഈ ആത്മാർത്ഥമായി നീ എന്നെ സ്വീകരിച്ചോ? ഈ ആത്മാർത്ഥമായി എനിക്ക് വേണ്ടി ജീവിച്ചോ? മറ്റുള്ളവരെ എന്നെ കാണിച്ചു കൊടുക്കുവാൻ പരിശ്രമിച്ചോ? നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ പ്രതികരണങ്ങൾ ഓരോന്നും കർത്താവിൻ്റെ മഹത്വത്തിനായി തീരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഞാൻ കർത്താവിനെ മഹത്വീകരിക്കുന്ന ജീവിതത്തിലേക്ക് കടന്നു എന്ന് നമുക്ക് പറയുവാൻ കഴിയും. അല്ലെങ്കിൽ കർത്താവിനെ ലജ്ജിപ്പിക്കുന്ന അവസ്ഥയാണ് നാം ചിന്തിച്ചു കൊള്ളുക. മുമ്പോട്ട് വായിക്കട്ടെ. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 2-3 വായിക്കുമ്പോൾ, 6 ദിവസം കഴിഞ്ഞ് 6 ദിവസം കഴിഞ്ഞ് യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ഒരു ഉയർന്ന മലയിലേക്ക് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു. ഭൂമിയിൽ ഒരലക്കുകാരനും വെളുപ്പിക്കുവാൻ കഴിയാത്തവണ്ണം അവന്റെ വസ്ത്രം അത്യന്തം വെണ്മയായി പ്രകാശിച്ചു. ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഈ 3 ശിഷ്യന്മാരെ കൊണ്ട് കർത്താവ് മലയിലേക്ക് കടന്നുപോയി യഥാർത്ഥമായ കർത്താവിൻ്റെ രൂപത്തെ അവർക്ക് പ്രത്യക്ഷപ്പെടുത്തി കൊടുക്കുന്നത്. ദൈവപുത്രന്റെ നിറവിൽ അവിടെ പറയുന്നത്, ഭൂമിയിൽ ഒരു അലക്കുകാരനും വെളുപ്പിക്കുവാൻ കഴിയാത്തവണ്ണം അവൻ്റെ വസ്ത്രം അത്യന്തം വെണ്മയായി ശോഭിച്ചു. ആ 3 ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിക്കാനോ കാണുവാൻ കഴിയാത്ത ഒരു കാഴ്ചയ്ക്കാണ് അവർ സാക്ഷ്യം വഹിച്ചത്. എന്താണ്? കർത്താവിൻ്റെ പൂർണ്ണ രൂപം. പക്ഷേ നമ്മുടെ ശിഷ്യന്മാരുടെ പ്രതികരണം മുമ്പോട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ യഥാർത്ഥമായി ഇന്നും അവർ കർത്താവിൻ്റെ ദൗത്യത്തെ പറ്റി മനസ്സിലാക്കിയിട്ടില്ലെന്നാണ് നാം അറിയുന്നത്. 9-ാം അധ്യായത്തിന്റെ 4-5 വാക്യം വായിക്കുമ്പോൾ, അപ്പോൾ ഏലിയാവും മോശയും അവർക്ക് പ്രത്യക്ഷമായി അവർ യേശുവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. പത്രോസ് യേശുവിനോട് റബ്ബി, നാം ഇവിടെ ആയിരിക്കുന്നത് അത്രയും നല്ലത്. ഞങ്ങൾ 3 കുടിലുകൾ ഉണ്ടാക്കട്ടെ. ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. അത്ര നല്ല കാര്യം. കർത്താവിനും മോശയ്ക്ക് ഏലിയാവിനും 3 കുടില് അവിടെ ഉണ്ടാക്കി ലോകത്തോട് പറഞ്ഞാൽ മതില്ലേ, ഞങ്ങൾ ഈ ദർശനം കണ്ടിരിക്കുന്നു, അതുകൊണ്ട് നാം ഇവിടെ ഈ കുടിലുകൾ ഉണ്ടാക്കി എന്നേക്കുമായി അവിടെ നിന്ന് താമസം. യഥാർത്ഥത്തിൽ കർത്താവ് കുടിലിൽ വസിക്കുവാൻ വന്നവനല്ല. അത് മനസ്സിലാക്കുവാൻ കഴിയാതെ പോയ അവസ്ഥയായിരുന്നു. കർത്താവിൻ്റെ കൂടെ നടന്ന്, കർത്താവിൻ്റെ വാക്കുകൾ കേട്ട്, കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം കേട്ട്, കർത്താവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച
ശിഷ്യന്മാരാണ് ഇവിടെ പറയുന്നത് 3 കുടിലുണ്ടാക്കി ഇവിടെ നിന്ന് നമുക്ക് പാർക്കാമെന്ന്. കർത്താവ് കടന്നു വന്നത് എന്തിനായിരുന്നു? തൻ്റെ ജനത്തെ, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന തൻ്റെ ജനത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി, ദൈവത്തിൽ നിന്ന് അറ്റുപോയ സ്നേഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ വേണ്ടി കർത്താവ് കടന്നു വന്നത്. ഇന്ന് ഞാനും നിങ്ങളും കടന്നു പോകുന്ന അവസ്ഥ എന്താണ്? അപ്രകാരം തന്നെയല്ലേ? കർത്താവിൻ്റെ മഹത്വത്തിനായി എന്താണ് നാം പ്രവർത്തിക്കുന്നത്? നമുക്ക് പറയുവാൻ കഴിയും, അതിമനോഹരമായ ദേവാലയങ്ങൾ പണിയുവാൻ നാം അതിനുവേണ്ടി ദൈവം തന്ന സമ്പത്തിൽ നിന്ന് നാം അല്പം കൊടുത്തു കാണും. അതാണോ യഥാർത്ഥത്തിൽ ദൈവം എന്നിലും നിങ്ങളിലും ആഗ്രഹിക്കുന്നത്? ദൈവത്തിലേക്ക് മടങ്ങി വരികയാണ്. ദൈവത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ള ഒരു ആഹ്വാനമാണ്. നോയമ്പുകാലം മാനസാന്തരത്തിലേക്ക് കടന്നു വന്ന്, അറ്റുപോയ ദൈവബന്ധത്തിലേക്ക് കടന്നു വന്ന്, ആ ദൈവിക കൃപകളിൽ നിൽക്കത്തക്കോണം നമ്മളെ തന്നെ ഒരുക്കുവാനാണ് നോയമ്പുകാലം. നോയമ്പുകാലത്തിൽ എത്രമാത്രം എനിക്കും നിങ്ങൾക്കും മാറുവാൻ കഴിഞ്ഞിട്ടുണ്ട്? ആ കർത്താവിൻ്റെ ക്രൂശ് വഹിച്ചുകൊണ്ട് ഇതെൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ വഹിക്കുന്നത് പറയുവാൻ കഴിയുന്നുണ്ടോ? എൻ്റെ കർത്താവിൻ്റെ പ്രവർത്തനത്തിനായി കാഴ്ചയോടുകൾ വെച്ച് മുന്നേറുവാൻ കഴിയുന്നുണ്ടോ? എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, യഥാർത്ഥത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഒരു ജനസമൂഹത്തെയാണ്. മുമ്പോട്ട് വായിക്കട്ടെ. മർക്കോസിന്റെ സുവിശേഷം 9:7-8 വായിക്കുമ്പോൾ, പിന്നെ ഒരു മേഘം വന്ന് അവരുടെ മേൽ നിഴലിട്ടു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻ പറയുന്നത് ശ്രദ്ധിക്കുവിൻ എന്ന് മേഘത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി. പെട്ടെന്ന് അവർ ചുറ്റും നോക്കിയപ്പോൾ തങ്ങളോടുകൂടെ യേശുവിനെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല. കർത്താവ് സ്നാനം കഴിക്കുമ്പോൾ വേഗത്തിൽ നിന്നൊരു ശബ്ദം എന്തായിരുന്നു? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇവിടെ പറയുന്നതോ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ പറയുന്നത് ശ്രദ്ധിക്കുവേ. നീ കേൾക്കുന്ന പ്രിയജനമേ, കർത്താവിൻ്റെ വചസ്സുകളിൽ കൂടെ നമുക്ക് ലഭ്യമായിരിക്കുന്ന വാക്കുകളും വചസ്സുകളും ശ്രവിക്കുക മാത്രമല്ല, ഇത് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തത്തക്കണം ഇടയായിത്തീരണം. നോയമ്പുകാലത്തിൽ നമ്മളെ തന്നെ ശോധന ചെയ്ത്, എവിടെയാണ് എൻ്റെ ജീവിതത്തിൽ ദൈവമായിട്ട് അകറ്റുന്ന പ്രവർത്തികളെന്ന് മനസ്സിലാക്കി അത് നികത്തിക്കൊണ്ടൊരു മാനസാന്തരത്തിലേക്ക് കടന്നു വന്ന് ദൈവത്തിൻ്റെ കൃപയിൽ നിറഞ്ഞവരായി തീരുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. അപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ, ഉപവസിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം കാണുക മാത്രമല്ല, ദൈവിക സാന്നിധ്യം അനുഭവിക്കുക മാത്രമല്ല, ലജ്ജ കൂടാതെ ദൈവത്തിനെ സാക്ഷീകരിക്കുന്നവരായി നാം തീരും. ലജ്ജ കൂടാതെ ദൈവത്തിനെ സാക്ഷീകരിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ആ ദൈവിക കൃപ അനുഭവിച്ചറിയേണ്ടി. ഈ സമയത്ത് നമ്മളെ തന്നെ ഒന്ന് ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കാം. ദൈവമേ, കുറവുകൾ വന്നുപോയിട്ടുണ്ട്, വീഴ്ചകൾ വന്നുപോയിട്ടുണ്ട്, തന്നിരിക്കുന്ന അനേക അവസരങ്ങൾ പാഴാക്കിയിട്ടുണ്ടെങ്കിലോ ഈ നോയമ്പുകാലത്തിൽ വ്യക്തതയോടെ അങ്ങയുടെ 2ാം വരവിന് അനേകരെ ഒരുക്കത്തക്കോളം നീ അടിയനെയും എടുത്ത് ഉപയോഗിക്കണമെന്നൊന്ന് പ്രാർത്ഥിക്കാമോ? അതിനായി ഒന്ന് സമർപ്പിക്കാമോ? എങ്കിൽ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന തലമുറകളെ വീണ്ടെടുക്കുവാൻ ദൈവം നമ്മളെ വിളിക്കും. ദൈവത്തിൻ്റെ വേലയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവരും. അപ്രകാരം ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ തലകണെ വണക്കാം. സ്തുതിക്ക് കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ ദിവാത്സല്യമായ സർവസ്തുതാംനാഥ, നിന്റെ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ തലമുറയെ വീണ്ടെടുക്കുവാൻ ഈ ഞങ്ങളെ എടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. വീഴ്ചകൾ വന്നുപോയിട്ടുണ്ട്, കുറവുകൾ വന്നുപോയിട്ടുണ്ടെന്ന് സമ്മതിക്കുന്ന കർത്താവേ, നിന്റെ പ്രവർത്തനത്തിന് യോഗ്യമല്ലാത്ത രീതിയിൽ ഞങ്ങൾ ജീവിച്ചു പോയിരിക്കുന്നത് സമ്മതിക്കുന്നത്. എങ്കിലോ ഈ നോയമ്പുകാലം ഞങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായൊരു മാറ്റം വരുത്തിക്കൊണ്ട് അങ്ങേക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ, ചിന്തിപ്പാൻ, കാഴ്ചയോടുകൾ വെക്കുവാൻ ഞങ്ങളെ എടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ മഹത്വത്തിനൊത്തോണം ഓരോ ദിവസവും വഴി നടത്തുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കും. എല്ലാം അങ്ങയുടെ മഹത്വത്തിൽ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണത് സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.